ഈ കാണുന്ന ഒരു വെറൈറ്റി കുളം പിടിക്കുക ശേഷം നമുക്ക് കിട്ടിയ വരാലുകളെ ഞങ്ങളെ കാണിച്ചു തരാട്ടാ. കുളം മൊത്തം ഇളക്കി കലക്കിക്കൊണ്ടാ നമ്മൾ ഇത്തവണ മീൻ പിടിച്ചത്. അതിനിടയ്ക്ക് നമ്മുടെ പയ്യന്മാർ നടന്ന് വയമ്മിന്റെ കുഞ്ഞുങ്ങളെ പറക്കുക കേട്ടാ. കൈവച്ചും വലവച്ചും ഇളക്കി മറിച്ചുകൊണ്ട് നമ്മൾ മീനെ പിടിക്കാൻ നോക്കിയെങ്കിലും നല്ല രീതിയിൽ വെള്ളം തിരിച്ച് ഒഴുകി കയറി വരുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്കെന്നാട്ടാ ഇവിടുന്ന് ഒരു മീൻ ചാടിപ്പോയത്. അതിനെ നമ്മുടെ ചേട്ടന്റെ വലവച്ച് പിടിക്കുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളവൻ തന്നെ കേട്ടോ നമുക്ക് ആ കിട്ടിയത്. പിന്നീട് നമ്മുടെ മോട്ടറിന്റെ വാൽവിന്റെ അവിടെ ഇരുന്ന് ഒരു വരാലിനെ പിടിക്കാൻ നോക്കണം നമ്മൾ. പക്ഷെ അത് വിദഗ്ധമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് തുടങ്ങും. പിന്നീട് നമ്മുടെ ചെറുക്കിന് വേണ്ടി നമ്മൾ ചെറിയ മീനുകളെല്ലാം കൊണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അവൻ അതെല്ലാം എടുത്തുകൊണ്ട് അവന്റെ വീട്ടിലും കൊണ്ടുപോയി. അങ്ങനെ കുറച്ചും കൂടി വരാലുകളെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിതേ അടുത്ത കുളം പിടിക്കാനായിട്ട് പോയിട്ട് ഈ കുളത്തിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള കുളമാണ്. പക്ഷെ രാവിലോട്ട് ഇറങ്ങിയതുകൊണ്ട് നമുക്കത് പിടിക്കാനുള്ള എനർജി ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇറങ്ങിയത്. അതിലെ വെള്ളം വറ്റുന്ന ഗ്യാപ്പിൽ രണ്ടുപേരും വെള്ളത്തിൽ കിടക്കണമെന്നില്ല. നമുക്ക് എന്തായാലും അതിലേക്ക് ഇങ്ങനെ ഇറങ്ങി കിടക്കാനുള്ള ആവതില്ല. ഇവിടെ വെള്ളം വറ്റിക്കുന്ന പരിപാടി നടക്കുമ്പോൾ നമ്മുടെ അമിത്തണ്ണൻ അപ്പുറത്തിരുന്ന് മീനുകളെ വിൽക്കുക കേട്ടോ. ഇവനാണ് നമ്മൾ പിടിച്ചൊരു വരാൽ. ഇവന്റെ തൂക്കം കറക്റ്റ് പറയുന്നവർക്ക് നമ്മുടെ അടുത്തായിട്ട് കിട്ടുന്ന വരാലിനെ അങ്ങ് തരും കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഭാഗ്യം ഒന്ന് പരീക്ഷിച്ച് നോക്ക്. നമ്മുടെ ചാനലിൽ 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആവാറായി. അപ്പൊ നിങ്ങളൊക്കെ വിചാരിച്ചാൽ അത് സാധിക്കാൻ പറ്റുള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനോ അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം.